ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മച്ചൂസ് പ്ലാനറ്റ്. ഇന്ന് നമ്മുടെ ഒരു നേരത്തെ ചെയ്ത വീഡിയോയുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുയൽ പ്രസവിച്ചു 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 4 ചത്തുപോയി. നമുക്ക് ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൂട്ടൻ. ആളിപ്പോൾ നല്ല മിടുക്കനായിട്ടുണ്ട്. ഇപ്പോൾ പാലുകുടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അവന് പാൽ കുടിക്കുക, ഉറങ്ങുക, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കമാണ്. നമ്മൾ എത്ര വിളിച്ചാൽ പോലും ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിലുള്ള ഉറക്കമാണ്. കണ്ണൊക്കെ വിരിഞ്ഞു കേട്ടോ, കണ്ണൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നല്ല അവൻ്റെ പേരൻസിൻ്റെ കൂട്ട് തന്നെ നല്ല ചുമന്ന കണ്ണൊക്കെ ആയിട്ട് നല്ല സുന്ദര കുട്ടനായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടാണ് ആൾ. പാലുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും നമ്മളൊരു പെട്ടിക്കകത്താണ് വെച്ചേക്കുന്നത്, അതിനകത്ത് കിടന്ന് ഭയങ്കര ഉറക്കമാണ്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പോയി ഡിസ്റ്റർബ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഒക്കെ ഇങ്ങനെ ഉണർത്തി ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കാറുണ്ട്. പക്ഷേ എന്നാലും അവൻ അനങ്ങത്തില്ല കേട്ടോ, അവിടെ തന്നെ ഇരിക്കുക. അത്രയ്ക്ക് മടിയാണ്. ചെവിയൊക്കെ കണ്ടോ, 2 കുഞ്ഞി ചെവിയൊക്കെ ഇനിയും കുറച്ചുകൂടെ ആയി കഴിഞ്ഞിട്ടേ നല്ലതായിട്ട് ഗ്രോത്ത് ആകത്തുള്ളൂ. ഇപ്പോഴും എലിയുടെ കൂട്ട് തന്നെ ഉണ്ട് ചെവിയൊക്കെ കാണാൻ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പാലൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഒറ്റൊരു കുഞ്ഞല്ല ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പാലൊക്കെ കിട്ടുന്നുണ്ട്. അതിനൊന്നൊരു പ്രശ്നമില്ല. കണ്ണൊക്കെ വിരിഞ്ഞു, രോമമൊക്കെ നല്ലതായിട്ട് വളരുന്നുണ്ട്. നല്ലൊരു ഓടിച്ചാടുകയൊക്കെ ചെയ്യും. അത് അവന് തോന്നണം, അപ്പോഴേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ അറിയാമല്ലോ, മുയലുകളെല്ലാം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ തലോടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സുഖമാണ്. ഇങ്ങനെ ഇരുന്നോളും. ഇത് ഞാൻ എവിടെ തൊടുന്നു ആ ഭാഗത്തുള്ള കൈ അനക്കും, കാലനക്കും, അങ്ങനെ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഞാനിപ്പം പകൽ സമയങ്ങളൊക്കെ കുറച്ച് നേരം ഇവനെ പേരൻസിൻ്റെ കൂടെ വിടാറുണ്ട്. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വിടാറുണ്ട്. ഇത് രണ്ടുമാണ് അവൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഒരു കുഴപ്പമില്ല അവരുമായിട്ട് കേട്ടോ. അവരുമായിട്ടൊക്കെ സൂപ്പറായിട്ട് മിങ്കിളാവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇപ്പം അവൻ്റെ തള്ളയ്ക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. നല്ലപോലെ നക്കി തുടച്ച് ഒക്കെ വെക്കുന്നതാണ്. അല്ലാതെ വേറെ കടിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആദ്യം നമുക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം പെൺമുയലിന് സ്ട്രെസ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ല, നല്ലപോലെ നോക്കുന്നുണ്ട്. ആൺമുയലായാലും അതിനൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ തള്ളമുയലിൻ്റെ കൂടെ തന്നെ വിടുന്നതാണ് നല്ലത്, കാരണം എന്നാലേ ഇവൻ തനിയെ തിന്നൊക്കെ പഠിക്കത്തുള്ളൂ. നമ്മളിങ്ങനെ ആണെങ്കിൽ പാൽ കൊടുക്കും, കൊണ്ട് ബോക്സിനകത്ത് കൊണ്ടുവെക്കും. അങ്ങനെ ആയി കഴിയുമ്പം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവത്തില്ല. പിന്നെ അത് ഫുഡൊന്നും കഴിക്കാൻ അറിയാതെ. അപ്പം തള്ളയുടെ കൂടെ വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ നൈറ്റ് മാത്രം വിടാറില്ല, പകൽ സമയങ്ങളിൽ കൊണ്ടുവിടും. അപ്പം ഇപ്പം ചെറുതായിട്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്, പോച്ചയും പുല്ലുമൊക്കെ. കഴിക്കാറായിട്ടില്ല, ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കി ഒന്ന് പരിചയമാവുന്നുണ്ട്. പിന്നെ അടുത്ത ആഴ്ച തന്നെ അവൻ ചെറുതായിട്ട് തിന്നു തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ എടുത്തിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ മാത്രമേ ഓടത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ബൈ ബൈ.